കൊട്ടിക്കലാശത്തിന്റെ ആവേശം എവിടം വരെയായി നമുക്ക് നോക്കണം. അങ്ങ് കാസർഗോട്ടേക്കൊന്ന് പോയി വരാം. നമ്മൾ തൃശ്ശൂരിലെയും കോഴിക്കോട്ടെയും മലപ്പുറത്തെയും ഒക്കെ ആവേശം കണ്ടു. അരുൺ പൂപ്പറമ്പ, കാസർഗോഡ് എവിടെ വരെയായി കാര്യങ്ങൾ? റാലിയും റോഡ് ഷോയും ഒക്കെ അവസാനിക്കാനായോ? എവിടെയാണ് കൊട്ടിക്കലാശത്തിന്റെ കേന്ദ്രങ്ങൾ? വിനീത, കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശവും റാലിയും ഒക്കെ 4 മണിയോടെ ആരംഭിക്കും. ഞാൻ ഇപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ 14-15 വാർഡുകൾ UDF സ്ഥാനാർത്ഥികൾ അവരുടെ ഗൃഹസന്ദർശനം വോട്ടർമാരെ അവസാന ഘട്ടമായി കാണുന്ന തിരക്കിനിടെയാണ്. അപ്പോൾ 2 സ്ഥാനാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത്. അവർക്കൊപ്പമുള്ള UDFന്റെ പ്രവർത്തകരുമുണ്ട്. ഇവിടെയും ശക്തമായ മത്സരം നടക്കുന്ന നഗരസഭയാണ് കാഞ്ഞങ്ങാട്. നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. ഇവിടെ ഈ 14ാം വാർഡിൽ BJP ആണല്ലേ നിലവിൽ. ഈ വാർഡ് തിരിച്ചുപിടിക്കാൻ വേണ്ടി BC തമ്പാൻ എന്തായാലും തിരിച്ചുപിടിച്ചു. അങ്ങനെയാണെന്നുള്ളത് ഇപ്പം അത്ര ഒരു ആവേശത്തിലാണ് ഞങ്ങളെല്ലാവരും. അതുപോലെ 14ാം വാർഡിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ BLO ആയിട്ട് 8 വർഷമുണ്ടായിരുന്നു. ഈ വാർഡിന്റെ ഓരോ മുക്കുമൂലയും എനിക്ക് സുപരിചിതമാണ്. ശരിക്കും പറഞ്ഞാൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പ്രചാരണത്തിന്. അവസാനമായിട്ടായി വീട്ടിൽ കയറുമ്പോൾ എന്താണ്? എല്ലാവരും വളരെ നല്ല പ്രതികരണമാണ് പറയുന്നത്. നിങ്ങൾ എന്തായാലും തിരിച്ചു വരണം, നിങ്ങൾ എന്തായാലും വരണം, എന്നാലേ നമുക്ക് സമാധാനവും ഇല്ല. നിലവിൽ ഇവിടെ BJP ആണ് 14. ഈ 10 വർഷക്കാലം BJP ഈ നിലവിൽ 14ാം വാർഡ് ഭരിച്ചിട്ടുണ്ടെങ്കിലും ഈ വാർഡിന്റെ വികസനത്തിനൊന്നും കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. ഈ കാഞ്ഞങ്ങാട് നഗരസഭ LDF തിരിച്ചുപിടിക്കാനാവോ UDFന്? നിലവിൽ ഈ LDFന്റെ ഒരു ശക്തി കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അതെ, LDF നമ്മൾ UDFന് എടുത്തതാണല്ലോ. ഇപ്പൊ ഞങ്ങൾ LDFന് എടുക്കുന്ന UDF എന്തായാലും തിരിച്ചു പിടിക്കും. 15ാം വാർഡ് UDF സ്ഥാനാർത്ഥി കൂടി ഉണ്ട്. എന്താണ് പ്രതീക്ഷ? ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത് തന്നെയാണ്. സ്ഥാനഘട്ടം വീട് കയറി നല്ല പ്രതികരണമാണ് എല്ലാവർക്കും. കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ കൗൺസിലറാണ് വാർഡിലുള്ളത്. നല്ല കാഴ്ച നിലനിർത്തും. നിലനിർത്തും. എന്തായാലും കേന്ദ്രീകരിച്ചുള്ള കുട്ടിക്കലാശങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. നമ്മളിപ്പോൾ കണ്ടതുപോലെ അവസാന ഘട്ടമായി വീടുകൾ കയറുക, വോട്ടർമാരെ അവസാനമായി കാണുക. പ്രവർത്തകരോട് ചോദിച്ചാൽ എന്താണ് ആവേശം? ഇനിയിപ്പോൾ കുട്ടിക്കലാശത്തിലേക്ക് കയറുകയാണ്. വീട് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വലിയ ആവേശത്തോടെയാണ് UDFന്റെ ഓരോ പ്രവർത്തകരും 47 വാർഡിലും വളരെ സജീവമായി തന്നെ UDFന്റെ പ്രവർത്തകർ ഇത് നഗരസഭ തിരിച്ചുപിടിക്കും. ഉറപ്പായിട്ടും ഇതിൽ യാതൊരു സംശയമില്ല. ഈ തവണ UDF നഗരം ഭരിക്കും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു ഒരു ഇരുണ്ട യുഗം തന്നെ പറയാം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു പ്രവർത്തനവും UDF തുടങ്ങി വെച്ച പ്രവർത്തന പരിപാടി അല്ലാതെ പുതിയതായിട്ട് അവരൊന്നും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF ശക്തമായി തന്നെ ഈ നഗരസഭയിൽ തിരിച്ചു. എല്ലാവർക്കും അവകാശവാദങ്ങളുണ്ട്. ഇനി ആര് ഭരണം